ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞ് 8 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. വിശാഖപട്ടണത്തിന് അടുത്ത സിംഹാചലം ക്ഷേത്രത്തിൽ പുലർച്ചെയായിരുന്നു അപകടം. ദീപ്തി ഗോപകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ദീപ്തി, എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ് ഇന്ന് പുലർച്ചെ 2:30 അപകടമുണ്ടായത്. ഈ ഒരു ക്ഷേത്രത്തിൽ ചന്ദന ഉത്സവത്തോടനുബന്ധിച്ച് ദർശനത്തെത്തിയ ഭക്തർക്ക് മുകളിലേക്കാണ് 20 അടിയോളം ഉയർച്ചയുള്ള ഒരു മതിൽ ഇടിഞ്ഞു വീണത്. ഈ ഒരു അപകടത്തിൽ 8 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ഈ ഒരു ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു ദുരിതത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഈ ഒരു 20 ലക്ഷം രൂപയുടെ 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപ വീതവും അദ്ദേഹം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആ ഒരു പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റുമാണ് ആ ഒരു മേഖലയിൽ ആ ഒരു 2:30 സമയത്ത് വെളുപ്പിന് ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടത്. ഈ ശക്തമായ മഴയിൽ ഈ ഒരു മതിൽ പണിതിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഈ ശക്തമായ മഴയത്ത് ഈ ഒരു മതിൽ വെള്ളത്തിൽ കുതിരുകയും ആ ഒരു സാഹചര്യത്തിൽ ഈ ഭക്തർ എല്ലാം ആ ഒരു മതിലിലേക്ക് ചാഞ്ഞതിനെ സമ്മർദ്ദമാകാം ഈ ഒരു മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 8 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് രക്ഷാ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളിദാസ്. ശരി ദീപ്തി.